എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. നോമ്പ് തുടങ്ങുന്ന സമയത്ത് എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാന്ന്. ആദ്യം നോമ്പെടുക്കുമ്പോൾ രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം മാത്രമാണ് കുടിക്കേണ്ടുന്നത്. അത് കഴിഞ്ഞ് തുപ്പലിറക്കുന്നവരുണ്ട്, തുപ്പലിറക്കാത്തവരുണ്ട്. തുപ്പലിറക്കാത്തവർക്ക് ഉച്ചയ്ക്ക് 12:30-1 മണിയാവുമ്പോഴത്തേക്ക് സലൈവ ഗ്ലാൻഡ് ഡെഡായിപ്പോവും. അതിനുശേഷം പിന്നെ നമുക്ക് വിശക്കില്ല, എത്ര വെള്ളം ഇരിക്കാൻ പറ്റും. തുപ്പലിറക്കുന്നവർക്കാണ് ഈ വിശപ്പുണ്ടാകുന്നത്. ആ തുപ്പലിറക്കാത്തവർ രാത്രി നോമ്പ് മുറിക്കുമ്പോൾ ആദ്യം കഴിക്കേണ്ടത് കാരയ്ക്കാണ്. കാരയ്ക്ക കഴിക്കുന്നതിന് കാരണം, ഇത് തുപ്പലിറക്കുന്ന സമയത്ത് കാരയ്ക്ക കഴിക്കുമ്പോൾ ഡെഡായി കിടക്കുന്ന സലൈവ ഗ്ലാൻഡ് പെട്ടെന്ന് ഉണരുമ്പോൾ സലൈവ കൂടുതലുണ്ടാവും. അങ്ങനെ സലൈവ കൂടുതലുണ്ടാക്കുമ്പോൾ അതിനെ കുതുക്കാനാണ് പെട്ടെന്ന് ഇറങ്ങാത്ത ഒരുപാട് സലൈവ വേണ്ടുന്ന കാരയ്ക്ക. അതൊരു കായാണ്, ഈന്തപ്പഴമല്ല. അത് കഴിച്ചതിന് ശേഷം ഓരോ നാടൻ പ്രദേശത്തും ഓരോരോ സ്റ്റൈലിലാണ്. അതിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 1/2 സ്പൂണ് കരിഞ്ജീരകവും തേനും പിന്നെ ഒരു ഈന്തപ്പഴവും കഴിക്കുന്നവരുണ്ട്. അത് കഴിച്ച് അവരെ നോമ്പ് പോയി. ഒരു ഈന്തപ്പഴം ഒരാൾക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള, നല്ല ഈന്തപ്പഴം കറുത്തതാണെങ്കിൽ ഒരാൾക്ക് ജീവിക്കാനുള്ള സകല സാധനം അതിനകത്തുണ്ട്. രണ്ടാമത്തത്, അത് കഴിഞ്ഞ് കേരളത്തിൽ അരികളാറും ജീരകം 4 കൂട്ടി ഔഷധകഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഇന്ദുപ്പ് ചേർത്ത് തേങ്ങ തിരുമിയിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കഞ്ഞി കുടിച്ച് അതിനകത്ത് 1/3 ചോറും 1/3 വെള്ളവും 1/3 കാലിയുമാക്കിയിടണം. അങ്ങനെ പോയി ഉറങ്ങുന്ന ഈ സമയത്ത് നിസ്കാരത്തിന് ഭയങ്കര പവറാണ്. ആ സമയത്ത് പോസിറ്റീവ് എനർജി കൂടുതലാണുള്ളത്. കാരണം പഴയ എല്ലാ ദിവസവും ഉള്ളതുപോലല്ല. ഈ സമയത്ത് നമ്മൾ ഒരുപാട് മാനസികമായി പ്രിപ്പയറാണ്. ഈ മാനസികമായി പ്രിപ്പയർ ആകുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ആൾക്കാർക്ക് ദാനങ്ങൾ കൊടുക്കുക, അവരെ സഹായിക്കുക, ഇതെല്ലാം അതിനകത്ത് വരുന്നത് കൊണ്ട് ആ നോമ്പ് ഭയങ്കരമാണ്. ആ സമയത്ത് നിസ്കാരവും ഭയങ്കരമാണ്. ഇങ്ങനെ 30 ദിവസം നോമ്പ് നോക്കുന്ന ഒരാൾക്ക് ഏതെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം മാറും. പക്ഷെ അൾസറുള്ള ആൾക്കാർ നോമ്പ് നോക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നോക്കാൻ. അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. അൾസർ ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് ഈ നോമ്പാണ് ഏറ്റവും നല്ല സാധനം. അതിന് നിസ്കാര സമയം, ആ നിസ്കാരം അതിനകത്ത് മുടക്കാൻ പാടില്ലാത്ത ഏറ്റവും വലിയ സാധനം നിസ്കാരമാണ്. അത് ഈ ശാപ്പാടിൻ്റെ കാര്യത്തിനകത്ത് ഇപ്പം നടക്കുന്നത് പകലത്തെ ശാപ്പാട് രാത്രി കഴിക്കുക, പകലത്തെയും കൂടെ കൂടുതൽ രാത്രി കഴിക്കുക. വെളുപ്പിൽ ആരും പറഞ്ഞില്ല, ഒരു പുസ്തകത്തിലും പറഞ്ഞില്ല വെളുപ്പിൽ ആഹാരം കഴിക്കാൻ, വെള്ളമേ കുടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ വേണമെങ്കിൽ. ഇങ്ങനെയാണ്.